ദേശാഭിമാനി പത്രത്തിന് എന്താ വട്ടായോ? ഇന്നത്തെ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകൾ. പൂട്ടലിന്റെ വക്കിൽ KSRTC. അയ്യോ, കേരളം ഇനി ഇരുട്ടിൽ. ഇന്ന് മുതൽ ലോഡ് ഷെഡിങ് 1 മണിക്കൂർ. അയ്യോ, പരീക്ഷ എഴുതിയത് പാഠപുസ്തകങ്ങൾ ഇല്ലാതെ. ഖജനാവ് കാലി, നിത്യച്ചെലവിന് കൈനീട്ടണം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനം ട്രഷറി കാലി. പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. ഇതൊക്കെ കല്ല് വെച്ച നുണയല്ലേ? ഈ ഫ്രണ്ട് പേജ് കണ്ട എല്ലാവരുടെ മനസ്സിലേക്കും ഒരു തോന്നൽ തോന്നുന്നു, ദേശാഭിമാനിക്ക് എന്താ വട്ടുപിടിച്ചോ? കാരണം ദേശാഭിമാനി ഒരു പാർട്ടി പത്രമാണ്. സ്വന്തം പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണത്തെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് എഴുതണമെങ്കിൽ വട്ട് തന്നെ ആവണം അല്ലേ? ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് വായിക്കുന്ന ആർക്കും തോന്നാവുന്ന ഒരു സംശയമേ എനിക്കും തോന്നിയുള്ളൂ. ദേശാഭിമാനിക്ക് വട്ടായോ? ഈ ഞെട്ടിക്കുന്ന വാർത്തകൾ കണ്ട് വട്ടായി പെട്ടെന്ന് പ്രതികരിച്ച ആളുകൾ ഉണ്ടാകാം. അവർ ചിലപ്പോൾ ദേശാഭിമാനിയുടെ ഓഫീസിലേക്ക് ചീത്ത വിളിച്ചു കാണും. എന്തുവാണ് ഇത് തോന്നിയ അവസ്ഥയിൽ ചോദിച്ചേക്കണമെന്നുള്ളത് അല്ലേ? പക്ഷേ ക്ഷമയുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാവും. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിലേക്കൊന്ന് പോകാം. ഉല്ലാസവേദിയായി ആനവണ്ടി, ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത്. ഡിസംബർ 1 വരുമാനം 9.72 കോടി. എല്ലാ ഡിപ്പോകളും ലാഭത്തിൽ. പുതുശോഭയിൽ പുതുവിദ്യാഭ്യാസം. 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി. പവർക്കെട്ടില്ലാത്ത 10 വർഷങ്ങൾ. കേരളത്തിൽ വെളിച്ച വിപ്ലവം. ആഭ്യന്തര ഉത്പാദനത്തിൽ റെക്കോർഡ്. കലക്കി. അപ്പൊ ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞു പറ്റിച്ചതാണല്ലേ? ചരിത്രത്തിലാദ്യം പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പേ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കി സർക്കാർ. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 2000 രൂപ വീതം 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ പെൻഷൻ. കൈനിറയെ ക്ഷേമം. വികസനത്തിന് ഇന്ധനമായി ഗെയിൽ. ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സംസ്ഥാനം കേരളം. ദേശീയപാത വികസനം പൂർണ്ണതയിലേക്ക്. അപ്പൊ സത്യത്തില് രണ്ടാമത്തെ പേജാണ് കറക്റ്റ്. ആദ്യത്തെ പേജ് ജനങ്ങളെ ഒന്ന് മണ്ടന്മാരാക്കി. എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് ഒരു ചാണക്യ ബുദ്ധിയാണ്. കാരണം ഫ്രണ്ട് പേജിൽ കംപ്ലീറ്റും മൈനസ്. പക്ഷെ യഥാർത്ഥ സംഭവങ്ങൾ അങ്ങനെയല്ല എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ ദേശാഭിമാനി ഇന്ന് ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഞെട്ടിക്കലായിപ്പോയി. കാരണം ഒരു സ്വന്തം പാർട്ടി പത്രം ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ മോശം എഴുതുവോ എന്ന് ആരാണെങ്കിലും ചിന്തിച്ചു. ഇങ്ങനെ എഴുതിയതിനു ശേഷം ആ രണ്ടാമത്തെ പേജിൽ സത്യസന്ധമായ വാർത്ത കൊടുത്തപ്പോഴാണ് ദേശാഭിമാനി ഇത് നമ്മുടെ സ്വന്തം ദേശാഭിമാനിയായത്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒന്ന് എനിക്ക് സത്യം പറയാമെങ്കിൽ ഈ ദേശാഭിമാനി ഈ കാണിച്ച ഈ ചാണക്യ ബുദ്ധി, ഇതിനൊരു നമ്മളൊരു അഭിനന്ദനം കൊടുക്കണ്ടേ? അപ്പോൾ ഇതിന്റെ ബുദ്ധി ആരുടെ തലയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ കുറെ ആളുകളുടെ തലയിൽ നിന്ന് വന്നതാണോ, ആരുടെ തലകളിൽ നിന്ന് വന്നതാണെങ്കിലും ഈ ഒരു ഐഡിയക്ക് ഹരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞ ഈ കൊച്ചു കലാരന്റെ ബിഗ് സല്യൂട്ട് ദേശാഭിമാനി. പിണറായി വിജയൻ സഖാവേ, ഇങ്ങനെ പോയാൽ ഒരു വരവും കൂടി വരേണ്ടി വരും.